ദിവസം മുഴുവൻ നമ്മുടെ ഫേസും സ്കിന്നും നല്ല ഫ്രഷ് ആയിരിക്കാനുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഹീൽസ്പേസ് വെൽനസ്. രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഒന്ന് മിറർ നോക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു ചെറിയ സമയം കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, എക്സസൈസ് നമുക്ക് ഏത് സമയത്തും പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ രാവിലെ ഉണർന്ന ഉടനെ തന്നെ ചെയ്യുമ്പം നമ്മൾക്ക് ആ ഒരു ഫ്രഷ്നെസ്സും എനർജിയും എല്ലാം ദിവസം മുഴുവൻ നിലനിൽക്കാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് ഈ ടെക്നിക്സും നിങ്ങൾക്ക് ഏത് സമയത്തും പ്രാക്ടീസ് ചെയ്യാം. ഉണർന്ന ഉടനെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് സ്കിന്നിനും ഫേസിനും നല്ലൊരു എനർജിയും ഫ്രഷ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ രാവിലെ ഉണർന്ന ഉടനെ തന്നെ നല്ല ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് കുറച്ച് സൈലന്റ് ആയി കാമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൈയും ഫേസും നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ആക്കുക. ഫേസിൽ ഏതെങ്കിലും നല്ല നാച്ചുറൽ ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യുക. കണ്ണടച്ചിരിക്കുക. നന്നായിട്ടൊരു ബ്രീത്ത് എടുക്കുക. ഇൻഹേൽ, സ്ലോലി എക്സേൽ. വീണ്ടും ഇൻഹേൽ, exhale slowly and completely. One more round. Inhale, exhale. കൈ നന്നായി റബ്ബ് ചെയ്യാം. ഒരു കപ്പ് ഐബോളിൽ ടച്ച് ചെയ്യാതെ ഒന്ന് ഫേസിൽ ആ ചൂടൊന്ന് ഫീൽ ചെയ്യുക. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫേസിനെ ഒന്ന് വേക്കപ്പ് ചെയ്യാൻ ഒരു ടാപ്പിംഗ് ചെയ്യാം. ടാപ്പിംഗ്, ടാപ്പ് 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 ടാപ്പ്. ചീക്സിൽ നന്നായി ടാപ്പ് ചെയ്യാം. ടാപ്പ്, നെക്കിലേക്ക് ടാപ്പ് ടാപ്പ് ടാപ്പ്. ഇനി പതിയെ കൈൻ്റെ വിരൽ പതിയെ നെറ്റിയിലൂടെ മസാജ് ചെയ്യാം. അപ്പം നമ്മുടെ ഫോർഹെഡ് ടെൻഷൻ റിലീസ് ചെയ്യാനും മസിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിലീസാവാൻ ഈ പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വളരെ സ്മൂത്ത് ആൻഡ് ജെൻറ്റിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. റിലാക്സ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസുകളാണ്. ഓക്കേ, ഫോർഹെഡ് മസിൽസ് ഫീൽ ചെയ്യുക. ഫോർഹെഡ് റിലാക്സ് ആവുന്നത് ഫീൽ ചെയ്യുക. റിലാക്സ്. പതിയെ ഐബ്രോസിൻ്റെ സെൻറ്ററിൽ മുകളിലേക്ക് മസാജ് ചെയ്യുക. നമ്മുടെ സ്കിന്നിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം നന്നായി സ്കിന്നിലേക്ക് കിട്ടാനും എല്ലാം നല്ല പ്രാക്ടീസാണ്. വെരി ജെന്റിൽ. ഫോർഹെഡ് ഒന്നുകൂടെ ഒന്ന് റിലാക്സ് ചെയ്യാനും നല്ലതാണ്. നന്നായി ശ്വാസം എടുത്ത് വിടണം. ഫീൽ ദ റിലാക്സേഷൻ. ഓക്കേ, ഇനി നിങ്ങളുടെ 4 ഫിംഗേഴ്സ് പതിയെ കണ്ണിന് ചുറ്റിലും ഒന്ന് ടാപ്പ് ചെയ്യാം. ഐ പഫിനസ്, ഐ ബാഗ്സ് ഒക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ നല്ല പ്രാക്ടീസാണ്. ജെന്റിൽ ടാപ്പിംഗ്. കണ്ണിന് താഴെ വളരെ ശ്രദ്ധിച്ച് പതുക്കെ ചെയ്യാവൂ. വളരെ സോഫ്റ്റായി. നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള സ്കിൻ വളരെ സെൻസിറ്റീവാണ്.
അതുകൊണ്ട് സോഫ്റ്റ് ടാപ്പിംഗ്. ടാപ്പ് 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 ടാപ്പ്. ടാപ്പ് 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 ടാപ്പ്. കണ്ണിന് ചുറ്റിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല പ്രാക്ടീസാണിത്. വെരി ജെന്റ്ലി, ജെന്റിൽ ടാപ്പിംഗ്. ടാപ്പ് ടാപ്പ് ടാപ്പ്. ഓക്കെ, റിലാക്സ്. ഇനി 4 ഫിംഗർ തന്നെ പതിയെ കണ്ണിൻ്റെ താഴെയിലൂടെ ജെന്റിൽ മസാജ്. സ്കിന്നിലൂടെ വിരലുകൾ ഗ്ലൈഡ് ചെയ്ത് പോകണം. വേണ്ടത്ര ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഫേസിൽ ഉണ്ടായിരിക്കണം. വളരെ ഡ്രൈ ആയിട്ടിരിക്കരുത്. ഓക്കെ, റിലാക്സ്. ഇനി ചീക്സിന് വേണ്ടിയിട്ടൊരു പ്രാക്ടീസാണ്. എയർ നന്നായി ഫില്ല് ചെയ്യുക. കൈകൊണ്ട് ഒന്ന് 2 സൈഡിലേക്ക് പുഷ് ചെയ്ത് നിർത്താം. ആൻഡ് ടാപ്പ്. ടാപ്പ് ചെയ്യാം. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ്സും ഗ്ലോയും എല്ലാം കൂട്ടാൻ നല്ല പ്രാക്ടീസാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അടുത്ത സൈഡ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി ജോ ഒന്ന് പതിയെ മസാജ് ചെയ്യാം. ജോ ബോണിലൂടെ 4, 5, 6, 7, 8, 9 and 10. ഇനി പതിയെ ഒന്ന് കഴുത്തിന് താഴെയായിട്ട് കൈവയ്ക്കാം. 1, 2. പതിയെ ഒന്ന് ചിന്ന് ഉയർത്തി നിർത്താം. തിരിച്ചു വരാം. നെക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളവർ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, റിലാക്സ്. കണ്ണടച്ച് നന്നായി ഒന്ന് ശ്വാസം എടുക്കുക. എക്സേൽ സ്ലോലി ആൻഡ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.